ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 18-ാം തീയതി ആണ്ടുവട്ടത്തിലെ 20-ാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങളാണ്. ആണ്ടുവട്ടത്തിലെ 17-ാമത്തെ ഞായറാഴ്ച മുതൽ 21-ാമത്തെ ഞായറാഴ്ച വരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള സുവിശേഷ ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് തുടങ്ങി നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ പറഞ്ഞുകൊണ്ട് ഈശോ തന്നെയാണ് ജീവന്റെ അപ്പമെന്നും ഈശോ നൽകുന്ന ജീവന്റെ അപ്പം ഈശോയുടെ ശരീരം തന്നെയാണെന്നും പറയുന്ന സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈശോ പറയുന്നു, ഈശോ നൽകുന്ന അപ്പം എന്നത് ഈശോയുടെ ശരീരം തന്നെയാണ്. ഇത് കേൾക്കുന്ന യഹൂദർക്ക് അത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നു, എങ്ങനെയാണ് ഈശോയ്ക്ക് തൻ്റെ ശരീരം ഭക്ഷണമായിട്ട് നൽകുവാനായിട്ട് സാധിക്കുന്നത്? അത് സാധാരണക്കാരായിട്ടുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് തികച്ചും സാധാരണമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ ശരീരം ഭക്ഷിക്കുവാനായിട്ട് നൽകുന്നത്? ഈശോ ഇത് പറയുന്നത് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ നൽകുവാൻ പോകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. അത് ഈശോ കുരിശിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ലോകമുള്ളിടത്തോളം കാലം ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഈശോ നൽകുന്ന അപ്പമെന്ന് പറയുന്നത് ഈശോയുടെ ശരീരം തന്നെയാണ്. ഇത് കേൾക്കുന്നവർക്ക് അത് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച നമ്മൾ വീണ്ടും ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കുറെ അധികം പേർ ഈശോയെ ഉപേക്ഷിച്ച് പോവുകയാണ്. കാരണം ഇത് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇനി 6-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഈ 6-ാം അധ്യായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത്. കാരണം ഈശോ അവിടെയാണ് പറയുന്നത്, ഞാൻ നൽകുന്ന അപ്പം എന്ന് പറയുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ അതുവഴിയായിട്ട് അവനിലൂടെ ജീവൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ ജനങ്ങൾ പിറുപിറുക്കുന്നത് കാണുമ്പോൾ നമുക്ക് 1-ാമത്തെ വായനയിലേക്ക് കടന്നു ചെല്ലാം. ഇന്ന് 1-ാമത്തെ വായന എടുത്തിരിക്കുന്നത് സുഭാഷിതങ്ങളിൽ നിന്നാണ്. അവിടെ ഈ വലിയൊരു വിരുന്നൊരുക്കിയിട്ട് അതിനെക്കുറിച്ച് സംശയിച്ചു നിൽക്കുന്നവരോട് പറയുന്നത്, അവരെ വിളിക്കുന്നത് അല്പബുദ്ധികളെ എന്നാണ്. കാരണം മന്ന ഒരുക്കി ഇത്രയും മാത്രം ദൈവം പരിപാലിച്ചിട്ടും അത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവർ അല്പബുദ്ധികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുന്നു, ഞാൻ നൽകുന്ന അപ്പം എന്നത് എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ അവർക്കത് പിറുപിറുപ്പിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതവർക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ ജീവനുള്ള അനുഭവം ഉണ്ടാവും. നമുക്ക് ജീവൻ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ഒരു ആത്മീയമായ ജീവന്റെ നിറവ് അത് വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുന്നവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചകോടിയുമാണെന്ന് പറയുന്നത്? കാരണം ഇവിടെ നിന്നാണ് ഊർജം സ്വീകരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കരുത്ത് സ്വീകരിച്ചുകൊണ്ടാണ് ജീവനുള്ളൊരു വ്യക്തിയായിട്ട് തീർന്നുകൊണ്ട് ശുശ്രൂഷാ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ മദർ തെരേസയൊക്കെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്നിട്ട് എത്രമാത്രം സ്നേഹത്തോടു കൂടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. വൈദികൻ ഈശോയെ കൈകളിൽ എടുക്കുന്നത് പോലെ വേണം രോഗികളെ ശുശ്രൂഷിക്കുവാനെന്ന് മദർ തെരേസ പറയുന്നുണ്ട് എങ്കിൽ അത് ആ ഒരു സ്നേഹാനുഭവത്തിൽ നിന്നാണ്. ഈശോയെ അത്രമാത്രം പവിത്രതയോടുകൂടെ എടുക്കുന്ന കരങ്ങൾ പോലെ തന്നെ ആയിരിക്കണം ആ രോഗികളെയും ശുശ്രൂഷിക്കുവാനെന്നുള്ള മദർ തെരേസയുടെ ആ ഒരു വലിയ ആത്മീയ ഉൾക്കാഴ്ചയാണ്. അതിനാൽ നമ്മൾ ഈ ഒരു ദിവസത്തിലൂടെ ഈ ഒരു വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കും ആഗ്രഹിക്കാവുന്നത് ദിവ്യകാരുണ്യമാവുന്ന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയിൽ വസിക്കുവാൻ, അതുവഴിയായിട്ട് ഈശോ നമ്മിൽ വസിക്കുവാൻ. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് തീരും. ഇനി ഇത് അഗ്രാഹ്യമാണ്, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ നോക്കി വിളിക്കുന്നത് അല്പബുദ്ധികളെ എന്ന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയാൽ നമുക്ക് ജീവൻ ലഭിക്കുന്ന ഈ ഒരു കൂദാശ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവനും നൽകാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ജീവനുള്ള വ്യക്തികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കലും ഈശോ നമ്മെ നോക്കി വിളിക്കാതിരിക്കട്ടെ അല്പബുദ്ധികളെ എന്ന്.
സങ്കീർത്തനം എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 34 നിന്നാണ്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നമുക്ക് രുചിച്ചറിയാം. അവിടുന്ന് എത്ര നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം നമുക്ക് രുചിച്ചറിയാം. അവിടുത്തെ കരുതൽ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ അനുകമ്പ, ആർദ്രത, ഇവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യമായിട്ട് മാറും. അവരുടെ ജീവിതത്തിൽ ഒരു ഈശോയുടെ അനുഭവം അവർക്കും നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.